സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ആരിലും വന്നാൽ സഹായിക്കും. പിന്നെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നാട്ടുകാർക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അത് അതിൻ്റെ ആളുകളെ എങ്ങനെയാണെന്നുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ സഹായിക്കണം. നമ്മുടെ വീടൊക്കെ അന്നെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ വീടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്കും മഴ വരുമ്പോൾ ഇപ്പം നമ്മളെ അവസ്ഥയിലുള്ള എത്ര പേരുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ എന്തനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് പെങ്ങളെ മക്കളുണ്ട് അവിടെ നാട്ടിൽ, അവർക്ക് വിളിച്ച് പറയും അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് വീട് കെട്ടിക്കൊടുക്കാനും. അത് മാത്രമല്ല, എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പോൾ അതിനാഗ്രഹിക്കണില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരെയും വിളിച്ചറിയിക്കുക, അറിയാതെ തന്നെ നമ്മളൊരു പ്രചരണത്തിന് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ദൈവപ്രീതി, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടിട്ടാണ്. ദൈവാനുഗ്രഹമാണ് എല്ലാം നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിയോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അള്ളാഹുവിനോട് ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ നല്ല മനസ്സോടെ നമ്മൾ ദൈവത്തിനോട് പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം. നമ്മൾ ചിലർ പറയും എന്തെല്ലാം ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ലെന്ന്. പക്ഷെ നമ്മൾ പറയുന്നതിലും ചോദിക്കുന്നതിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അതിനൊരു തെളിവാണ് ഞാൻ. വെരി ഗുഡ്. അതുപോലെ ഇനി എന്തൊക്കെയാണ് ഭാവി സ്വപ്നങ്ങൾ? ബിസിനസ്മാൻ എന്നുള്ള ഏറ്റവും കൂടുതൽ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരുന്നതിനും കൂടെ തന്നെ എനിക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറയില്ല, ഒരു 100 പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജോലി തുടക്കത്തിൽ അങ്ങനെ കുറഞ്ഞ ആഗ്രഹിക്കുക. പിന്നെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇതൊന്ന് വലിയ സംരംഭമാക്കി എടുക്കാൻ ആഗ്രഹമുണ്ട്. എന്തായിരുന്നാലും ഒരു അരമണിക്കൂർ കൊണ്ട് വലിയ നിലയിലെത്തിയിട്ടും പഴയ കാലം മറക്കാതെ അതിനെ പ്രേക്ഷകർക്കൊപ്പം ഒന്ന് ഷെയർ ചെയ്യുന്നതിൽ പോലും വലിയ മനസ്സോടുകൂടി അതിൽ താല്പര്യം കാണിച്ചു. അതിന് നന്ദി പറയുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തിരക്കിനിടയിൽ അരമണിക്കൂർ നീക്കി വെച്ചതിന് നന്ദി പറയുന്നു. ഒപ്പം ഭാവിയിൽ സ്വപ്നം കാണുന്ന 100 പേർ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം അത് ഒരുപാട് നീളാതെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അങ്ങോളം ഉയർച്ചകൾ മാത്രം ഉണ്ടാകട്ടെ അബ്ദുൽ ഖാദറിനും കൂട്ടുകാർക്കും ഫാമിലിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. والحين شوف الحمد لله يعني ما مبين الحركات وهذا يعني فرحان انت يعني الحمد لله بس ماشي حاله ما في يعني اكيد الحمد لله السياره يعني جيده الاستعمال يعني محل بين انت يجي فرحان. لا الحمد لله المحل ما عليه كلام. وانا كنت متبهذل قبل وين نسوي اخر شيء زين حصلت هالقرار يعني. طبعا وني قبل كان كله حركات والحين طالع ان شاء الله نفس الوكاله رد. الحمد لله الحمد لله الحمد لله. شكرا ما تقصروا. شكرا.